പാകിസ്ഥാനിൽ വീണ്ടും നിർബന്ധിത മതപരിവർത്തനം. സാംസൂൺ ജാവേദ് എന്ന 17 വയസ്സുള്ള ക്രിസ്ത്യൻ കൗമാരക്കാരനെ നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കുകയും പാകിസ്ഥാനിലെ മുസ്ലിം തൊഴിലുടമകൾ അനധികൃതമായി തൻ്റെ മകനെ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തതായി അമ്മ സമീന ജാവേദ് വെളിപ്പെടുത്തി. സമീനയുടെ മകൻ സാംസൂൺ ജാവേദ് ഉസ്മാൻ മൻസൂർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു LPG ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നും സഹോദരൻ ഉമർ മൻസൂറിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് അവനെ മാറ്റി. അതിനെ തുടർന്ന് കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്ന ചില മാറ്റങ്ങൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. താമസിയാതെ അവൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായി കണ്ടെത്തി. ഞങ്ങൾ അവനെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു. എന്നാൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും അവൻ ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ലെന്നും സമീന പറഞ്ഞു. സെപ്റ്റംബറിൽ സാംസൂൺ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാതിരുന്നപ്പോഴാണ് അവൻ മതം മാറിയ വിവരം ഞങ്ങൾ അറിഞ്ഞതെന്നും സമീന കൂട്ടിച്ചേർത്തു. സമീനയും ഭർത്താവും ഉമറിന്റെ കടയിലെത്തിയപ്പോൾ സാംസൂൺ മുസ്ലിമായി മാറിയെന്നും ഇനി അവരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു. എന്നിരുന്നാലും ഉമറിന്റെ അസാന്നിധ്യത്തിൽ അവർക്ക് സാംസൂനെ കാണാൻ കഴിഞ്ഞപ്പോൾ അവൻ ഭയന്നും സമ്മർദ്ദത്തിലായതുമായി കാണപ്പെട്ടു എന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. നിർബന്ധിത മതപരിവർത്തനം പാകിസ്ഥാനിൽ സാധാരണമാണെന്നും അത് പലപ്പോഴും അക്രമത്തിൻ്റെയോ സാമ്പത്തിക ബലപ്രയോഗത്തിൻ്റെയോ ഭീഷണിയിലാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകനായ നെപ്പോളിയൻ ഖയ്യൂം വ്യക്തമാക്കി. ഓപ്പൺ ഡോഴ്സിൻ്റെ 2024 വേൾഡ് വാച്ച് ലിസ്റ്റിൽ ക്രൈസ്തവരായിരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 7ാം സ്ഥാനത്താണ്.